ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും എളുപ്പമുള്ളതും അധികം സാധനങ്ങളൊന്നും വേണ്ടാത്തതുമായ ഒരു സ്പെഷ്യൽ ഐറ്റം. ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരുടെ ദേശീയ കറി എന്ന് പറയുന്നത് പരിപ്പ് കുത്തിപ്പൊടിയാണ്. പരിപ്പ് കുത്തിപ്പൊടി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് പരിപ്പ് കുത്തിക്കാച്ചി എന്നൊക്കെ പറയും. ഞങ്ങൾ കുത്തിപ്പൊടി എന്നാണ് പറയുക. ഈ പരിപ്പ് കുത്തിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഊണിന് വേറെ ഒന്നും വേണ്ട. പരിപ്പ് കുത്തിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടെന്ന് പറയുക. അത്രയ്ക്ക് രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ പരിപ്പ് കുത്തിപ്പൊടിയുടെ ഒപ്പം ഒരു 2 പപ്പടം, ഒരു 2 ഉണക്കമാന്തളും വറുത്തൊന്നും ഉണ്ടില്ല. പിന്നെ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അതുപോലെയുള്ള വലിയ വലിയ ഡിഷസൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഞങ്ങളത് അഹങ്കാരത്തോടെ പറയും. ചിലപ്പോൾ മറ്റുള്ള ജില്ലക്കാർക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമായിരിക്കാം. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഈ കഴിക്കുന്നതിൻ്റെ ആ ഒരു രുചി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നല്ല ചൂടോടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നിന്ന് വന്നപ്പോഴേക്കും വേർത്ത്. അപ്പോൾ നമുക്ക് ഇന്ന് പരിപ്പ് കുത്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിനിപ്പോൾ പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ട. വറ്റൽ മുളക്, അതുപോലെ ഉള്ളി, വേപ്പല, പരിപ്പ്, ഇത്ര മതി. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. പാത്രം ചൂടായ കുറച്ച് വെളിച്ചെണ്ണ, അധികമൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളി ശരിക്കും നമ്മൾ ചതയ്ക്കാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചതയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മുറുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ചെറുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ കരിക്കരുത്. നല്ല ചൂടാട്ടാ വേർക്ക. ചെറുള്ളി ഒന്ന് ബ്രൗൺ കളറായി. ബ്രൗൺ സമയമൊന്നും വേണ്ട, ഒരു 1-1.5 മിനിറ്റ്. ഇതേ ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേപ്പലിട്ട്, ഇതോടൊപ്പം തന്നെ വറ്റൽമുളക്. കണ്ട സംഭവം തീർന്നു. ഒരു കറിക്കുള്ള കാര്യങ്ങളാണ് ഒരു മിനിറ്റോട് റെഡിയാക്കിയത്. കണ്ട പരിപ്പ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഒരു സ്മെല്ല് ഇങ്ങനെ വരും ആ മുളകിൻ്റെ. കാരണം അപ്പോൾ ഒരു തുമ്മൽ വരുന്ന രീതിയിൽ ഉള്ള സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിക്കുക. കേട്ടോ, കണ്ട കളർ കണ്ട. ഇതിലിപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. കുറച്ച് വെള്ളമായിട്ട് ഇരിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവുക. കട്ടിയാക്കി കഴിഞ്ഞാൽ എന്തായി മാറും? അത് ദാല് ഫ്രൈ ആയിട്ട് മാറും. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ആ വെള്ളം നമ്മൾ എക്സ്ട്രാ ഒഴിച്ച വെള്ളം ഒന്ന് തിളയ്ക്കാൻ എടുക്കുന്ന സമയം. ആഹാ, ഇതേ അപ്പം നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പരിപ്പ് കുത്തിപ്പൊടി. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര ചോറുണ്ടാകുന്നറിയാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ പരിപ്പ് കുത്തിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ അന്ന് ആരോ പറഞ്ഞാണോ ഓണാണ്. കാരണം അന്നൊക്കെ നമ്മളത്തെ പോലെ ചിക്കനും മട്ടനും ബീഫൊന്നും അതുപോലെ വില കൂടിയ ടൈപ്പ് കറികളൊന്നും നമുക്ക് കിട്ടാനില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ചെറുപ്പം മുതൽ ഇതാണ് പരിപ്പ് കുത്തിപ്പൊടി, മുതിര കുത്തിപ്പൊടിച്ച് കാച്ചത്, അതുപോലെ പയർ, ഉണക്കപ്പയർ, അതൊക്കെ കാച്ചത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അന്യം നിൽക്കുന്ന കറികളാണ് അതൊക്കെ. തൃശ്ശൂർക്കാരുടെ സ്വന്തം കറിയാണത്. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്യാം. അയ്യോ സൂപ്പർ. ഇപ്പം ഇന്നൊരു പൊളിക്കും. അപ്പോൾ കറി ഉണ്ടാക്കാൻ സമയമില്ലാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങിക്കോ. ഇത് വെള്ളിയാഴ്ച അല്ലേ, കുറച്ച് പരിപ്പ് ഒന്ന് വേവിച്ചിട്ട് തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങോട്ട് പറയട്ടെ. തൃശ്ശൂർ ജില്ലക്കാരുടെ സ്വന്തം കറി. ഇതിൻ്റെ ഒപ്പം ഒരു 2 ഉണക്കമാന്തളും വറക്കുക, 2 പപ്പടം കൂടി കാച്ചി കഴിഞ്ഞാൽ ബേഷായി. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപ്പ് കുത്തിപ്പൊടി, പപ്പടം, ഉണക്കമാന്തൾ, ചോറ് നമുക്ക് എങ്ങനെ നോക്കാം. സൂപ്പർ. അടുത്തത് ഉണക്കമാന്തൽ. ഉണക്കമാന്തൽ കൊടുന്ന് വാങ്ങിച്ചാട്ടോ. അത് കാരണം മാന്തളുടെ തടിയില്ല.
ഈ പപ്പടം കൂടെ കൂട്ടി കുഴച്ച് മാന്തളും കൂട്ടി ഒരു പിടി പിടിച്ചാൽ പറ്റാം. ഒരു രക്ഷയില്ല. എല്ലാവരും ഇന്നലെ പോയി ഉണ്ടാക്കിക്കോ. ഉണക്കമാന്തളും പപ്പടം പരിപ്പ് കുത്തിപ്പിടി എന്താ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.